ശ്രീ ജിൻഡോ ജോൺ, ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ, വലിയ തോതിലുള്ള ധനസമാഹരണം, സന്നദ്ധ പ്രവർത്തനം, സർക്കാർ ഇടപെടൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതിനുശേഷമുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാകും. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുമുണ്ട്. പുത്തുമലയിലടക്കം കവളപ്പാറയിലടക്കം ഒക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അടിമുടി പ്രശ്നം എന്നല്ല ആരും പറയുന്നത്. എന്നിരുന്നാൽ പോലും വിട്ടുപോകുന്ന ചിലരുണ്ട്. ഇതിൽ ഈ മൊറട്ടോറിയം അടക്കമുള്ള കാര്യങ്ങൾ, വായ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ ഇടപെടൽ വേണം എന്നുള്ളത് ആദ്യഘട്ടം മുതൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിതാന്തര ജാഗ്രതയുടെയും സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെയും ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുകയാണ് പുതിയ സംഭവ വികാസങ്ങൾ. തീർച്ചയായിട്ടും മാധു, ഇത് നമ്മൾ കേരളത്തിലെ ഓരോ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴൊക്കെ നമ്മൾ നിത്യം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ബഹുമാന്യനായ LDFന്റെ പ്രതിനിധി സംസാരിച്ചതുപോലെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. അക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടു. കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടു. നാളെ നടക്കുന്ന ചർച്ചയിൽ ഇത് അവസാന തീരുമാനമെടുക്കും എന്നൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായിട്ട് കാണുക. പക്ഷെ ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ദുരന്തമുണ്ടായി, അതിനുശേഷം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭീഷണി വരുന്നു. അങ്ങനെ ആ ഘട്ടത്തിൽ അവിടെ ടി സിദ്ദിഖ് MLA കേരള മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊക്കെ കത്ത് കൊടുക്കുകയും നമ്മളുടെ നിലപാടുകളൊക്കെ അതിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ആളുകൾക്ക് അതുപോലെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ സാധാരണ ആളുകളും മാധ്യമങ്ങളും എല്ലാം ഇതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ബാധിപ്പിക്കപ്പെട്ട മനുഷ്യരോട് അനുഭാവപൂർവ്വമായിട്ട് ഇടപെടണം എന്നുള്ളത്. ഇങ്ങനെ വിഷയങ്ങൾ ഓരോ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ മുതലെടുക്കാൻ വരുന്ന ആളുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇടപെടുന്ന ഒരു സർക്കാരല്ല നമ്മൾക്ക് ആവശ്യം. അതിനു പകരം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ വിവേചനപരമായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കാനായിട്ട് പറ്റണമായിരുന്നു. ഈ ദുരന്തത്തിൽ പെട്ടു നിൽക്കുന്ന ആളുകൾ, അവരുടെ 5 സെന്റ് ഭൂമി, അവരുടെ പശുക്കൾ, അവരുടെ ജീവിതമാർഗം, കുടുംബാംഗങ്ങൾ എല്ലാവരും നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന 10,000 രൂപയിൽ നിന്ന് 3,400 രൂപ എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ 5,000 രൂപ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തൊരു നികൃഷ്ട മനസ്സാണ് നമ്മൾ ആലോചിക്കൂ. കേരളത്തിലെ ബാങ്കുകൾ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ ബാങ്കുകളും ഒരു ഇത്തരം അപകടങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും മറ്റ് മുഴുവൻ ആളുകളും എടുക്കുന്ന സാക്രിഫൈസിൻ്റെ 1/4 പോലും പൊതുമേഖല സ്വകാര്യ ബാങ്കുകൾ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒറ്റപ്പെട്ട സഹായങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ മൊറട്ടോറിയത്തെക്കുറിച്ച് നമ്മൾ ഈ ചർച്ചയിൽ പറയുന്നുണ്ട്. ഈ കോവിഡ് വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ, 2018-ലും 2019-ലും ഒക്കെ പ്രളയം വന്നപ്പോഴൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. ഈ മൊറട്ടോറിയം യഥാർത്ഥത്തിൽ അത് പരിശോധിക്കുമ്പോൾ അത് 2-3 മാസം മാറ്റിവെക്കുകയും ആ മാറ്റിവെക്കുന്ന മാസത്തെ ഉൾപ്പെടെ പലിശ ഈടാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. ബാങ്കുകൾക്ക് 1 രൂപയുടെ പോലും നഷ്ടം സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് ലാഭം ഉള്ളൂ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിക്കലല്ല ഇതിലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം. ഇതിൽ ബാധിക്കപ്പെട്ട മനുഷ്യരുടെ ലോൺ എഴുതിത്തള്ളാൻ നമുക്ക് എത്ര തുക വേണ്ടി വരും? ഇപ്പോൾ ഇതിൽ ആദികേശവനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനൊരു പഠനം നടത്തിയിട്ട് ഈ മനുഷ്യർക്ക് ഇനിയും ലോണിൻ്റെ അല്ലെങ്കിൽ കടബാധ്യതയുടെ ബാധ്യത അവരുടെ തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് കുറച്ച് 1-2 മാസം കഴിയുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കട്ടെ എന്ന് പറഞ്ഞാൽ 2018-ലെയും 2019-ലെയും പ്രളയം, അതിനുശേഷം വന്ന കോവിഡ്, ഇതിനൊക്കെ ശേഷം പറയുന്ന റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പോലെയുള്ള പരിപാടികൾ ആവർത്തിച്ചാൽ പോരാ. വയനാട് കേരളത്തിൻ്റെ വലിയ തോതിൽ നമുക്ക് സർക്കാർ സംവിധാനങ്ങളാകെ അവിടെ എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷേ മറ്റ് വകുപ്പുകളുണ്ടല്ലോ അല്ലേ, അതായത് ഈ എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപനം എന്ന രീതിയിലാണല്ലോ ഈ പുനരധിവാസം വിപുലമായ കാഴ്ചപ്പാടിൽ നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ധനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തു ചെയ്യണമെന്നത് ആലോചിക്കാൻ ഒക്കെ നമുക്ക് കഴിയും, അല്ലെങ്കിൽ കഴിയണം എന്നുള്ളതാണ്. എല്ലാ ആളുകളും അവിടെ തൂമ്പയും എടുത്ത് രക്ഷാപ്രവർത്തനത്തിന് പോവുകയല്ലോ ചെയ്യുന്നത്. ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടണം എന്ന് കൃത്യമായ ഉത്തരവാദിത്വ ബോധമുള്ള വകുപ്പുകളുണ്ട്. അവരുടെ കൂടി ദീർഘവീക്ഷണമില്ലായ്മ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഞാൻ അത് തന്നെയാണ് ആദ്യം മുതൽ പറയുന്നത്. ദീർഘവീക്ഷണമില്ലാതെ വകുപ്പുകളുടെ ഏകോപനം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ മനുഷ്യരുടെ അക്കൗണ്ടിലേക്ക് വന്ന ഗവൺമെൻറ് കൊടുത്ത 10,000 രൂപ, ആ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കേരളത്തിൽ ജീവിക്കാൻ എത്ര രൂപ ഒരു മാസം വേണമെന്നുള്ളത് യാഥാർത്ഥ്യബോധമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക്, ഈ ചർച്ച കാണുന്ന കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന് ജീവിക്കാൻ എത്ര രൂപ ഒരു മാസം വേണമെന്ന്. ഇപ്പോൾ 10,000 രൂപ ഗവൺമെൻറ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഒന്നുമല്ല, ഒരു കാപ്പിക്കാശ് പോലും അല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം.
അവർക്ക് കൊടുക്കേണ്ടത് അവരോട് അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. നമ്മൾ ഈ പണം പിരിക്കാൻ വേണ്ടിയിട്ട് പരസ്യത്തിന് കൊടുക്കുന്ന പണത്തിൻ്റെ എങ്കിലും 4/1 തുക ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. ഒന്നാമത്തത്. 2, വകുപ്പുകളുടെ ഏകോപന കുറവുണ്ടായി എന്ന് തന്നെ പറയണം. കാരണം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതിൽ ഇടപെടുന്നതല്ല സർക്കാർ. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സമസ്ത മേഖലയിലും പെട്ട പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് ഏകോപിപ്പിച്ച് അതിന് പരിഹാരം കാണുക. അവിടെ മണ്ണിടിച്ചിൽപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും അവർക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നത് മാത്രമല്ല, അതിനുശേഷം വരുന്ന സ്വകാര്യ അല്ലെങ്കിൽ പൊതുമേഖല ധനകാര്യ സ്ഥാപനങ്ങളുടെ അടക്കം ഭീഷണികൾ അവർ പിന്നീട് നേരിടേണ്ടി വരും. ഇപ്പോൾ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ വെബ്സൈറ്റ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. കുറേ റോഡുകൾ അല്ലെങ്കിൽ പാലങ്ങൾ പണിയുന്നതിനപ്പുറം കേരളത്തിലെ പ്രളയത്തിൽ ബാധിക്കപ്പെട്ട മനുഷ്യർക്ക് അവരുടെ വീട് കെട്ടാനായിട്ട് എത്ര രൂപ സർക്കാർ സംവിധാനങ്ങളിലൂടെ കൊടുക്കാൻ നമുക്ക് സാധിച്ചു? 4 രൂപ പലിശയിൽ ലോണുകൾ അവൈലബിൾ ആക്കുമെന്ന് അന്നത്തെ ധനകാര്യമന്ത്രി പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എത്ര ആളുകൾക്ക് ലോൺ കിട്ടി? എത്ര ആളുകൾക്ക് അവരുടെ ജീവിതമാർഗം കെട്ടിപ്പടുക്കാൻ പറ്റി? എത്ര ആളുകൾക്ക് അവരുടെ വരുമാന മാർഗം വീണ്ടും പഴയതുപോലെ നടത്താൻ പറ്റി എന്നൊക്കെ നോക്കിയാൽ ഈ മനുഷ്യർ അവരുടെ സ്വന്തമായിട്ടുള്ള ആർജിതമായിട്ടുള്ള സാമ്പത്തിക ശേഷിയിൽ നിന്നാണ് അവരുടെ ജീവിതം കെട്ടിപ്പോക്കിയത്. അതിനപ്പുറത്ത് സർക്കാരോ അല്ലെങ്കിൽ പൊതു സംവിധാനങ്ങൾ എത്രത്തോളം അവരെ പിന്തുണച്ചു എന്നുള്ളത് ഒരു സംശയകരമാണ്. അതൊന്നും ഇനിയും ബാധിക്കാതെ ഈ ആളുകളെങ്കിലും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഒറ്റ കാര്യം. ശരി, പൂർത്തിയാക്കൂ. നിയമങ്ങൾക്ക് അതീതമായിട്ട് മാനുഷിക പരിഗണനയോടുകൂടി കുറെ കൂടി എമ്പതറ്റിക് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സർക്കാർ വകുപ്പുകളും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരും ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.